ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ സി ആർ ടി മലയാളം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൻ സി ആർ ടി ക്ലാസ് 10 ഇംഗ്ലീഷ് റീഡറിൽ ചാപ്റ്റർ 1 ആയിട്ടുള്ള ലെറ്റർ ടു ഗോഡിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എ ലെറ്റർ ടു ഗോഡ് വിച്ച് ഇസ് റിട്ടൺ ബൈ J.L. Fuentes. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓറൽ കോംപ്രഹെൻഷൻ സെക്ഷനിലുള്ള 4 ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വർക്കൗട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിരുന്നു. സോ നെക്സ്റ്റ് ഇസ് ദാറ്റ് ബട്ട് ഇൻ ഓൾ ഹാർട്ട് ഓഫ് ഓൾ ഹൂ ലിവ്ഡ് ഇൻ ദ സോളിറ്ററി ഹൗസ് ഇൻ ദ മിഡിൽ ഓഫ് ദ വാലി ദർ വാസ് എ സിംഗിൾ ഹോപ്പ് ഹെൽപ്പ് ഫ്രം ഗോഡ്. അപ്പോൾ അവിടെ ഇപ്പോൾ ലെൻജോൻ്റെ കൃഷിയൊക്കെ ആകെ നശിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ സോളിറ്ററി ഹൗസിലെ ആൾക്കാർക്കും, ഒറ്റപ്പെട്ട വീട് എന്നാണ് സോളിറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ ആൾക്കാർക്കും ഒരേ ഹോപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അതായത് ദൈവത്തിൽ നിന്നുള്ളൊരു കാരുണ്യം അല്ലെങ്കിൽ സഹായം. Don't be so upset. Even though this seems like a total loss, remember no one dies of hunger. അല്ലേ? ഇതിപ്പോൾ അങ്ങനെ ഫുൾ ലോസ് ആണെങ്കിലും നിങ്ങൾ അപ്സെറ്റ് ആവണ്ട. ആരും ഇതുവരെ പട്ടിണി കിടന്ന് വെച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? That's why they say no one dies of hunger. All through the night, Lenjo thought only of one hope, the help from God, whose eyes, as he had been instructed, see everything, even what is deep in one's conscience. അല്ലേ? അപ്പോൾ രാത്രി ലെൻജോനെ ആലോചിച്ചപ്പോൾ ഗോഡിൻ്റെ ഹെൽപ്പ് മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ദൈവത്തിന് എന്ത് ചെയ്യും? ഒരാളുടെ ഉള്ളിലുള്ള ഡീപ്പ് കോൺസൈൻസ് അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു ഇന്നർ സെൻസിനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. Then Lenjo was an ox of a man working like an animal in the field, but still he knew how to write. The following Sunday at daybreak he began to write a letter which he himself would carry to town and place in the mail. It was nothing less than a letter to God. അപ്പോൾ ലെൻജോ എന്ന് പറയുന്നത് ഒരു കാളയാണെന്നാണ് പറയുന്നത്. ഒരാളുടെ കാളയാണെന്ന് പറയുന്നത്. കാരണം അത്രത്തോളം അവൻ വർക്ക് ചെയ്യുന്നു എന്നുകൊണ്ടാണ് ഇതോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെൻജോൻ്റെ പക്ഷേ എന്നാലും അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നത് എഴുതാനൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ലെൻജോ ഇങ്ങനെ ഒരു ദിവസം സൺഡേ അവന് ബ്രേക്ക് കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ലെറ്റർ എഴുതിയിട്ട് അവൻ ടൗണിൽ കൊണ്ടുപോയിട്ട് മെയിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടൗണിൽ കൊണ്ടുപോയിട്ട് ലെറ്റർ ബോക്സിനകത്ത് ഇടാൻ വിചാരിച്ചു. അതൊന്നും അല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു ദൈവത്തിനൊരു ലെറ്റർ ആയിരുന്നു. എ ലെറ്റർ ടു ഗോഡ് ആയിരുന്നു കേട്ടോ. God, he wrote, if you don't help me, my family and I will go hungry this year. I need 100 pesos in order to sow my field again and to live until the crop comes because the hailstorm, etc. അല്ലേ? അതായത് ലെൻജോ എഴുതി, ഗോഡെ നോക്കൂ, എന്നെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും പട്ടിണിയിലാകും. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 100 പെസോസ് മതി. ആ 100 പെസോസ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ വർഷം 100 പെസോസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ റുപ്പി 366 റുപ്പി ആയിരിക്കും. അതായത് 1 പെസോ ഈസ് ഈക്വൽ ടു 3.6 ഇന്ത്യൻ റുപ്പിയാണ്. അപ്പോൾ ഒരു 366 രൂപ ഉണ്ടെങ്കിൽ ലെൻജോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്രാവശ്യം വിത്ത് വിതച്ചിട്ട് അടുത്ത ക്രോപ്പ് വരെ തട്ടിമുട്ടി നിൽക്കാനുള്ള ഇത് കിട്ടുമായിരിക്കും. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ കുറേ ആലിപ്പഴം വീണിട്ട് എൻ്റെ കൃഷി നശിച്ചു എന്നൊക്കെ ആയിരിക്കും ലെൻജോ ബാക്കി എഴുതിയിട്ടുള്ളത്. ബാക്കി ഒന്നും കൊടുത്തിട്ടില്ല. He wrote to God on the envelope, put the letter inside and still troubled went to town. At the post office he placed a stamp on the letter and dropped it to a mail box. അപ്പോൾ ലെൻജോ ഗോഡ് എന്ന എൻവലപ്പിൻ്റെ മുകളിൽ എഴുതിയിട്ട് അതെന്ത് ചെയ്തു? ഇങ്ങനെ ടൗണിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ സ്റ്റാമ്പ് കൊട്ടിച്ചതിന് ശേഷം അവിടെ മെയിൽ ബോക്സിനകത്ത് ഇട്ടു. ഇനി വൺ ഓഫ് ദ എംപ്ലോയീസ് who was a postman and also helped at the post office went to his boss laughing heartily and ഷോഡ് ഹിം ദ ലെറ്റർ ടു ഗോഡ്. അപ്പോൾ അവൻ്റെ ഏതോ ഒരു അവിടുത്തെ എംപ്ലോയിയിലെ ഒരാൾ, അതായത് പോസ്റ്റ്മാൻ്റെ ഇങ്ങനെ സഹായിക്കുന്ന ആളും പോസ്റ്റ്മാനും കൂടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ പോയിട്ട് അവൻ്റെ ബോസിനോട് പറഞ്ഞിട്ട് ഒരു കളിയാക്കി ചിരി പോലെ പറഞ്ഞു, ഇത് നോക്കൂ, ഒരു ലെറ്റർ ടു ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ. അപ്പോൾ നെവർ ഇൻ ഹിസ് കരിയർ ആസ് എ പോസ്റ്റ്മാൻ ഹി നോൺ ദാറ്റ് അഡ്രസ്. അല്ലേ? അവൻ്റെ ഇത്രയും കാലത്തെ കരിയറിൻ്റെ ഇടയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു അഡ്രസ്സ് കണ്ടിട്ടേ ഇല്ല. ഒരു പോസ്റ്റ് മാസ്റ്ററിൻ്റെ ഒരു ഫീച്ചേഴ്സാണ് പറയുന്നത്. ഹി വാസ് ഫാറ്റ്, അമിയബിൾ ഫെല്ലോ. അമിയബിൾ മീൻസ് എ ഫ്രണ്ട്ലി ആൻഡ് പ്ലസൻറ്റ്, ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഓൾസോ ബ്രോക്ക് ഔട്ട് ലാഫിങ് ബട്ട് ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി ഹി ടേൺ സീരിയസ് ആൻഡ് ടാപ്പിംഗ് ദി ലെറ്റർ ഓൺ ഹിസ് ഡെസ്ക്. അല്ലേ? അപ്പോൾ ആദ്യമൊക്കെ അയാൾ ചിരിച്ചെങ്കിലും പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഡെസ്കിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്തിട്ട് പറഞ്ഞു, വാട്ട് ഫെയ്ത്ത്,
ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹു റോട്ട് ദിസ് ലെറ്റർ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ് അല്ലേ. ഓ എത്ര നല്ല വിശ്വാസം. അപ്പോൾ എനിക്ക് ഇങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യനെ പോലെ, ആരാണ് ഈ ലെറ്റർ എഴുതിയ അയാളെ പോലെ ഇത്ര വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കറസ്പോണ്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ഗോഡ് എന്നിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇൻ ഓർഡർ ടു നോട്ട് ടു ഷേക്ക് ദ റൈറ്റേഴ്സ് ഫെയ്ത്ത് ഇൻ ഗോഡ് ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ ആൻസർ ദ ലെറ്റർ അല്ലേ. അപ്പോൾ ഇയാളുടെ ഫെയ്ത്തിൻ്റെ ഒരു ഇതായിട്ട് അല്ലെങ്കിൽ നല്ല കാര്യമൊക്കെ എടുത്തുകൊണ്ട് പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു ഇത് നമുക്കൊരു ഐഡിയ ഉണ്ട്, നമുക്കിതിനെന്ത് ചെയ്യണം, മറുപടി എഴുതണം അല്ലേ. ബട്ട് വെൻ ഹി ഓപ്പൺ ഇറ്റ് വാസ് എവിഡൻറ്റ് ദാറ്റ് ടു ആൻസർ ഇറ്റ് ഹി നീഡഡ് സംതിങ് മോർ ദാൻ ദ ഗുഡ് വിൽ ഇങ്ക് ആൻഡ് പേപ്പർ അല്ലേ. അതായത് ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ അവന് വേറെ എന്തോ വേണം, ഇങ്കും പേപ്പറും അല്ലാതെ വേറൊരു കാര്യം കൂടെ വേണം. എന്തായിരുന്നു അത്? ബട്ട് ഹി സ്റ്റക്ക് ഇൻ ടു ഹിസ് റെസൊല്യൂഷൻ. ഹി ആസ്ക്ഡ് ഫോർ മണി ഫ്രം ഹിസ് എംപ്ലോയീസ് അല്ലേ. അപ്പോൾ വെറുതെ ഒരു ഇങ്കും പേനയും ഉണ്ടായിട്ട് കാര്യമില്ല, കാരണം ഇതിനെന്താ വേണ്ടത്, അവന് മണിയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അതായത് പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൻ്റെ എംപ്ലോയീസിൽ നിന്നും കുറേ മണി കളക്ട് ചെയ്തു. ഹി ഹിംസെൽഫ് ഗീവ് എ പാർട്ട് ഓഫ് ഹിസ് സാലറി അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട് വരെ അദ്ദേഹം സാലറിയിൽ നിന്ന് കൊടുത്തു, അതൊക്കെ ലഞ്ചോയ്ക്ക് വേണ്ടിയിട്ട് സ്പെയർ ചെയ്തു. Then and several friends of his were obliged to give something for an act of charity അല്ലേ. അവൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, അദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സ് അത് കുറച്ച് പൈസ ഒരു ചാരിറ്റി ആയിട്ട് കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ ഒബ്ലിജ്ഡ് മീൻസ് കടപ്പെടുക എന്നാണ്. അപ്പോൾ ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു ഗേദർ ദി 100 pesos അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരാൾക്ക് ഇപ്പോൾ സാധാ ഒരു ദിവസ ജോലിക്കാരൻ അല്ലെങ്കിൽ സാധാ ഒരു എംപ്ലോയിക്ക് ഇത്രയും പൈസ കൊടുക്കുന്നത് അത്ര ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ബാക്കിയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും കൂടെ കളക്ട് ചെയ്തത്. സോ ഹി വാസ് ഏബിൾ ടു സെൻഡ് ദ ഫാർമർ ഓൺലി ലിറ്റിൽ മോർ ദാൻ ഹാഫ്. ഹി പുട്ട് ദ മണി ഇൻ ആൻ എൻവലപ്പ് അഡ്രസ്ഡ് ടു ലെൻജോ ആൻഡ് വിത്ത് എ ലെറ്റർ കണ്ടെയ്നിങ് ഓൺലി എ സിംഗിൾ വേർഡ് ആൻഡ് സിഗ്നേച്ചർ, അതായത് ആസ് എ സിഗ്നേച്ചർ ഗോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പൈസ എല്ലാം കളക്ട് ചെയ്തു. പക്ഷേ ഫുൾ 100 pesos ഒന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. 70 pesos അല്ലെങ്കിൽ ഒരു മോർ ദാൻ ഹാഫ് മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ലെറ്ററിലെ എൻവലപ്പിനകത്ത് ഒരു സിഗ്നേച്ചർ, ഗോഡിൻ്റെ സിഗ്നേച്ചർ മാത്രം എഴുതിയിട്ട് എന്ത് ചെയ്തു, അഡ്രസ്സ് ചെയ്തിട്ട് അയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അയച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇൻഡെക്സ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഓർ വാട്ട് ഡിഡ് ലെൻജോ ഹാവ് ഫെയ്ത്ത് ഇൻ, വാട്ട് ഡിഡ് ഹി ഡു? അപ്പോൾ ലെൻജോയ്ക്ക് എന്തിലായിരുന്നു ഫെയ്ത്ത് ഉണ്ടായിരുന്നത്, അതിനുവേണ്ടി ലെൻജോ എന്താണ് ചെയ്തത്? സോ ലെൻജോ ഹാഡ് ഫേം ഫെയ്ത്ത് ഇൻ ഗോഡ്. ഹി ബിലീവ്ഡ് ദാറ്റ് ഗോഡ് സീസ് എവറിത്തിങ്, ഈവൻ വാട്ട് ഈസ് ഡീപ്പ് ഇൻ വൺസ് കോൺഷ്യൻസ് ആൻഡ് ഹെൽപ്പ് എവറി വൺ ഇൻ വൺസ് പ്രോബ്ലംസ്. ഹി റോട്ട് എ ലെറ്റർ ടു ഗോഡ് ഡിമാൻഡ് ഹിം എ 100 pesos ടു സോ ഹിസ് ഫീൽഡ് അഗെയിൻ. സോ ലെൻജോയ്ക്ക് ദൈവത്തിലായിരുന്നു നല്ല വിശ്വാസം ഉണ്ടായിരുന്നത്. അപ്പോൾ ലെൻജോ എന്താ വിശ്വസിച്ചതെന്ന് വെച്ചാൽ ഗോഡിനെ എല്ലാം കാണാൻ പറ്റും, ഒരാളുടെ മനസ്സാക്ഷിൻ്റെ ഉള്ളിലുള്ളത് വരെ, അതായത് വൺസ് കോൺഷ്യൻസിൻ്റെ ഉള്ളിൽ വരെയുള്ളത് ദൈവത്തിന് ഡീപ്പായിട്ട് കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാരുടെ പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ദൈവം. അപ്പോൾ അദ്ദേഹം ഈ ലെറ്റർ എഴുതിയത് എന്തിനാണെന്ന് വെച്ചാൽ 100 pesos ഡിമാൻഡ് ചെയ്തിട്ട്, ആ 100 pesos ഡിമാൻഡ് ചെയ്തത് മാത്രമേ ചെയ്താലുള്ളൂ അദ്ദേഹത്തിന് ഇപ്രാവശ്യം ഇങ്ങനെ വിത്ത് വിതയ്ക്കാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ കൃഷിയെല്ലാം നശിച്ചു പോയില്ലേ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് who read the letter? Answer. The postmaster read the letter. So question number 7. What did the postmaster do after reading a letter? ഈ ലെറ്റർ വായിച്ചതിന് ശേഷം പോസ്റ്റ്മാസ്റ്റർ എന്താ ചെയ്തത്? ആൻസർ. The postmaster laughed when he read അല്ലേ. ആരാണെങ്കിലും ഇത് കണ്ട് ചിരിച്ചു പോകും. അപ്പോൾ ലെൻജോസ് ലെറ്റർ, ബട്ട് സൂൺ ഹി ബിക്കെയിം സീരിയസ് ആൻഡ് ഹി വാസ് മൂവ്ഡ് ബൈ എ റൈറ്റേഴ്സ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അദ്ദേഹം സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇയാളുടെ വിശ്വാസത്തിനെയാണ് നോക്കിയിരുന്നത്. ഹി ഡിഡ്ന്റ് വാണ്ട് ടു ഷേക്ക് ലെൻജോസ് ഫെയ്ത്ത് അല്ലേ. അദ്ദേഹത്തിന് ലെൻജോൻ്റെ ഫെയ്ത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ കോട്ടം തട്ടിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് മണി കളക്ട് ചെയ്തിട്ട് ലെൻജോൻ്റെ അഡ്രസ്സിലേക്ക് ഓൺ ബിഹാഫ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. So the following Sunday, Lenjo came a bit earlier than usual to ask if there was a letter for him. It was the postman himself who handed the letter to him, while the postmaster, experiencing the contentment of a man who has performed a good deed, looking on from his office. So അടുത്ത സൺഡേ എന്ത് ചെയ്തു, ലെൻജോ വന്നിട്ട് എന്ത് ചെയ്തു, അവന് നല്ല ലെറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു. പോസ്റ്റ്മാസ്റ്റർ തന്നെയാണ് എന്ത് ചെയ്ത് ലെറ്ററിങ്ങനെ ഒരു നല്ലൊരു കണ്ടംപ്റ്റ്മെൻറ്റ്, അതായത് ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനിലൂടെ, ആത്മസംതൃപ്തിയോടെ ആ ലെറ്റർ എന്ത് ചെയ്തു നമ്മുടെ ലെൻജോയ്ക്ക് എടുത്ത് കൊടുത്തു. എന്തോ നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്ത പോലെ നല്ല ഫീലിങ്ങിൽ.
Lenjo showed not the greatest surprise on seeing the money. Such was his confidence, but he became angry when he counted the money. അപ്പോൾ ലെഞ്ചോയ്ക്ക് പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും ഉണ്ടായില്ല, കാരണം ലെഞ്ചോയ്ക്ക് അത്രയ്ക്ക് ഫെയ്ത്ത് ആയിരുന്നു ഗോഡ് തിരിച്ച് മണി അയക്കും എന്നുള്ളതിന്. അപ്പോൾ ലെഞ്ചോൻ്റെ കോൺഫിഡൻസ് അങ്ങനെയായിരുന്നു. പക്ഷെ ലെഞ്ചോയ്ക്ക് ദേഷ്യം വന്നു. എന്തിനാണ് ലെഞ്ചോയ്ക്ക് ദേഷ്യം വന്നത്? അപ്പോൾ അവന് ദേഷ്യം എത്ര മണി ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല. അവൻ പൈസ എണ്ണി നോക്കിയപ്പോൾ അത് കുറവായിരുന്നു. അപ്പം ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്, നോർ കുഡ് ഹി ഹാവ് ഡെനീഡ് ലെഞ്ചോസ് വാട്ട് ഹി ഹാഡ് റിക്വസ്റ്റഡ്. അല്ലേ, ഗോഡിന് ഒരിക്കലും തെറ്റ് പറ്റില്ല, അല്ലെങ്കിൽ ലെഞ്ചോൻ്റെ റിക്വസ്റ്റ് ഒരിക്കലും ഗോഡ് ഇങ്ങനെ വേണ്ടാന്ന് വെക്കില്ല, അല്ലെങ്കിൽ ഫുൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കില്ല എന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ലെഞ്ചോ വെൻറ്റ് അപ്പ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ എ പേപ്പർ ആൻഡ് ഇങ്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ ലെഞ്ചോ എന്ത് ചെയ്തു, അവിടെ ഒരു ജനലിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പേപ്പറും ഒരു ഇങ്കും വാങ്ങിച്ചു കൊണ്ടുവന്നു. ഓൺ ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ് വിത്ത് മച്ച് റിങ്കിൾഡ് ഓൺ ഹിസ് ബ്രോ. അപ്പോൾ അതായത് ഒരു പബ്ലിക് ടേബിളിൻ്റെ അവിടെ നിന്നിട്ട് ആ ഇങ്കും പേനയൊക്കെ എടുത്തിട്ട് ലെഞ്ചോ ലെറ്റർ എഴുതാൻ തുടങ്ങി. അപ്പോൾ എന്താ, കുറച്ച് ദേഷ്യത്തിലാണ്, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. റിങ്ക്ലിങ് ഓൺ ഹിസ് ബ്രോ, അല്ല ഐബ്രോ നല്ല രീതിയിൽ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. നമ്മളിങ്ങനെ പുരുകം ചുളിക്കില്ലേ, അതേപോലെ. Caused by the effort he had to make to express his ideas. When he finished, he went to the window to buy a stamp which he licked and then affixed to the envelope with a blow of his fist. അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാമ്പൊക്കെ വാങ്ങിച്ചിട്ട് ഈ എൻവലപ്പിൻ്റെ സ്റ്റാമ്പ് വാങ്ങിച്ചിട്ട് ഈ എൻവലപ്പിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ട് ഇതിന് ഫിസ്റ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ബ്ലോ ചെയ്തു. ഇനി ദ മൊമെൻറ്റ് ലെറ്റർ ഫെൽ ഇൻ ടു ദ മെയിൽ ബോക്സ്, ദ പോസ്റ്റ് മാസ്റ്റർ വെൻറ്റ് ആൻഡ് ഓപ്പൺ ഇറ്റ്. അല്ലേ, എപ്പോഴാണോ ഇത് മെയിൽ ബോക്സിനകത്ത് വീണത് അപ്പോൾ എന്ത് ചെയ്തു, പോസ്റ്റ് മാസ്റ്റർ പോയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇറ്റ് സെഡ് ദാറ്റ്, എന്തായിരുന്നു ലെറ്ററിൽ നമുക്ക് നോക്കാം. ഇനി എന്താ പറഞ്ഞത്, ഗോഡ് ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ ഓൺലി 70 pesos റീച്ച് ടു മീ. ഇല്ലേ, ഗോഡ് നിങ്ങൾ അയച്ചു തന്ന പൈസയിൽ എനിക്ക് 70 pesos മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സെൻഡ് മീ ദ റെസ്റ്റ് സിൻസ് ഐ നീഡ് ഇറ്റ് വെരി മച്ച്. ബാക്കിയും കൂടെ അയക്കണേ, എനിക്കത് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എഴുതിക്കുന്നത്. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രോക്സ്. അപ്പോൾ ദൈവം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പോസ്റ്റ് ഓഫീസ് വഴി എനിക്ക് പൈസ അയക്കരുത്, കാരണം ഇതിൽ അധികവും എന്താണ്, ക്രോക്സ് ആണ്, അല്ലെങ്കിൽ ഇവിടെ ഫുൾ കള്ളന്മാരാണെന്നാണ് ലെഞ്ചോ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലെറ്ററിൻ്റെ അവസാനം. അപ്പോൾ നോക്കൂ, ആരാണ് ലെറ്റർ അയച്ചത്? പോസ്റ്റ് മാസ്റ്റർ എല്ലാവരുടെയും ഇന്ന് കളക്ട് ചെയ്തിട്ടൊക്കെയാണ് പൈസ അയച്ചു കൊടുത്തത്. അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ ഒരു രീതിയിലല്ലേ, അല്ലെങ്കിൽ ദൈവമായിട്ടാണല്ലോ പോസ്റ്റ് മാസ്റ്റർ അങ്ങനെ ചെയ്തത്. അത്രയ്ക്ക് വിശ്വാസം കാരണമാണ് ലെഞ്ചോ ആ ലെറ്റർ ചെയ്തത്. ലാസ്റ്റത്തെ ആ ലെറ്റർ ശരിക്കും എന്തായി, നമ്മളെല്ലാവരും ചിരിപ്പിച്ചു അല്ലേ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 8, വാസ് ലെഞ്ചോ സർപ്രൈസ്ഡ് ടു ഫൈൻഡ് എ ലെറ്റർ ഫോർ ഹിം വിത്ത് മണി? Answer, the Lenjo was not surprised to find a letter with money from God as he believed that God will help him. അപ്പോൾ ലെഞ്ചോ ഒട്ടും സർപ്രൈസ്ഡ് ആയിരുന്നില്ല, കാരണം ലെഞ്ചോക്ക് ഉറപ്പായിരുന്നു ഗോഡ് തിരിച്ച് ലെറ്റർ എൻ്റെ കൂടെ എന്തയക്കുന്നു, കുറച്ച് മണി അയക്കുന്നു ഉറപ്പായിരുന്നു, ഗോഡ് എന്തായാലും അവനെ സഹായിക്കുന്ന ഉറപ്പായിരുന്നു. ആൻഡ് വാട്ട് മെയ്ഡ് ലെഞ്ചോ ആംഗ്രി, അതായത് ലെഞ്ചോ ഇതിന് ദേഷ്യപ്പെട്ടത്, ദർ വാസ് ഓൺലി 70 pesos ഇൻ ദ എൻവലപ്പ് whereas ലെഞ്ചോ ഹാഡ് ഡിമാൻഡഡ് 100 pesos. ലെഞ്ചോ 100 pesos ആണ് റിക്വസ്റ്റ് ചെയ്തത്, പക്ഷേ 70 pesos മാത്രമേ ദൈവം എന്ത് ചെയ്തു അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഡിഫറൻസ് വന്നതുകൊണ്ടാണ് ലെഞ്ചോ എന്തായത്, ലെഞ്ചോയ്ക്ക് ദേഷ്യം വരാൻ കാരണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഒരാളുടെ ഫെയ്ത്ത് എത്രത്തോളാണെന്നും എങ്ങനെ സർവൈവ് ചെയ്തതെന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു നല്ലൊരു ചാപ്റ്ററിനകത്ത് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. ബൈ ബൈ.